ഇവിടെ പഴമൂളെ ഈ മുടി ഇങ്ങനെ പിഴുതെടുക്കാനേ എന്ത് രസാ. നീ മുടി വെട്ടില്ലോടാ? വെട്ടിക്കോളാമാനെ. വേണ്ട, ഇരിക്കട്ടെ, ആവശ്യം വരും. നീ ആ ശങ്കുണ്ണി, കള്ളൻ ശങ്കുണ്ണിയെ ഇട്ടൊന്ന് കൊണ്ടുവരിക. അവനെ പോലീസിനെ കണ്ട ഓടുവേമാനെ. നിങ്ങൾ ഓടണം, ഓടിച്ചിട്ട് പിടിക്കണം. അവൻ ഭയങ്കര ഓട്ടമാണ്. നിങ്ങൾ അവന് മുമ്പേ ഓടണം. ഓടിച്ചിട്ട് പിടിക്കും, കിട്ടും നോക്കാലോ. കൊണ്ടുവാ. അഥവാ കിട്ടില്ലെന്ന് വെച്ചാ നിങ്ങള് ആ വഴിക്കൊന്ന് ഓടിക്കണം. പിന്നെ ജോലിക്കാണെന്ന് പറഞ്ഞാ ഇങ്ങോട്ട് വരണ്ട. എങ്ങനെയെങ്കിലും കൊണ്ടുവരാമാനെ. ശരിയമാനെ. ബാലേ ബാലേ കലാമ്പൂരേ നിന്നെ ശരിക്കും ഒന്ന് കാണണം. ഏമാനെ നിങ്ങളിങ്ങനെ പൊക്കിയമാനെ. നമസ്കാരം. അതിഥിദേവോ ഭവ. ജം ആരാണെന്ന് ഒന്ന് വെളിപ്പെടുത്തിയാൽ നന്നായിരുന്നു. ശങ്കുണ്ണി. ശങ്കുണ്ണിന്ന് മാത്രമേ ഉള്ളൂ. കള്ളൻ ശങ്കുണ്ണി. കള്ളൻ ശങ്കുണ്ണി. ശങ്കുണ്ണി വാ. ശങ്കുണ്ണി എന്നാ പേടിക്കുന്ന ശങ്കുണ്ണി? വാ. ഭയമുണ്ടോ? ശങ്കുണ്ണി, സത്യം പറ ശങ്കുണ്ണി, ഉറങ്ങിട്ട് എത്ര ദിവസമായി? രാപകളില്ലാതെ മോഷ്ടിക്കല്ലേ, അപ്പൊ ഉറക്കം തീരെ ഇല്ല. ഒരു കാര്യം ചെയ്യും ശങ്കുണ്ണി, ഇതൊന്ന് മാറ്റിയേക്കും. ശങ്കുണ്ണി ഇവിടെ കിടന്ന് ഒന്ന് ഉറങ്ങാട്ടെ, സുഖമായി ഉറങ്ങിയാട്ടെ. പറയുന്ന പോലെ കേട്ടോ, അതാ നിനക്ക് നല്ലത്. വാ ശങ്കുണ്ണി. ഞാൻ ഇന്നലെ നന്നായിട്ട് ഉറങ്ങി. ഇല്ല ശങ്കുണ്ണി, വാ. ഉറങ്ങി. ശങ്കുണ്ണി, എന്നെ കൊണ്ട് ബലം പ്രയോഗിപ്പിക്കരുത്. ശങ്കുണ്ണി വന്നേ. ഉറങ്ങിയാൽ ഇവിടെ തല വെച്ച് സുഖമായി ശങ്കുണ്ണി ഉറങ്ങിക്കാം. ഞാൻ പറയുന്നു, ഒരു കണ്ണു തുറക്കരുത്. ഞാൻ കാരാട്ട് പാടി ഉറക്കം. വാവോ ശങ്കുണ്ണി, വാവോ വാവോ ശങ്കുണ്ണി, വാവോ. ശങ്കുണ്ണി കള്ളനല്ല, നല്ലൊരു മനുഷ്യനാണ്. തേങ്ങയാണോടാ? ശങ്കുണ്ണി നല്ലവനാണ്, കള്ളനല്ല. പിന്നെ എന്തൊക്കെ ഉണ്ട്? ഒന്നോട് ഉറക്കരുത്, ഒന്നോട് ഉറക്കരുത്. എന്താണ് നടന്നത്? നടന്നത് എന്താണ്? കരയാതെ വ്യക്തമായിട്ട് പറയടാ. വ്യക്തമായിട്ട് കരയാതെ പറയ. നീയും ചട്ടമ്പി ബാവും കൂടെ കുഞ്ഞിനെ കുളത്തിന് മുക്കിക്കൊണ്ടു.
ആര് പറഞ്ഞിട്ട്? തമ്പുരാൻ പറഞ്ഞിട്ട്. തമ്പുരാനോ? ഏതോ തമ്പുരാൻ? പ്രതാപവർമ്മ തമ്പുരാൻ. പ്രതാപവർമ്മ തമ്പുരാനോ? ഓ അങ്ങനെയാണോ? എന്നാലേ നീ ഒന്നും കണ്ടിട്ടില്ല, കേട്ടിട്ടുമില്ല, നിനക്ക് ആരെ അറിയത്തുമില്ല. കേട്ടോടാ ശങ്കുണ്ണി? ശങ്കുണ്ണി, എനിക്ക് എന്നിൽ അഭിമാനം തോന്നണടാ. നീ നല്ലൊരു കള്ളനാ. നീ ഇനി മോഷ്ടിക്കോടാ, നീ ഇനി മോഷ്ടിക്കോടാ. മോഷ്ടിക്കില്ല, നീ മോഷ്ടിക്കണം. മോഷ്ടിച്ചിട്ട് അതിന്റെ പാടി എന്റെ വീട്ടിൽ കൊണ്ടു തരണം. നിക്കാരി ആരോടെങ്കിലും പറയോടാ. നീ പറയാതിരിക്കാൻ പറഞ്ഞോ? എടുക്കണോടാ? വീണ്ടും കിടക്കണം, ആരോടും പറയില്ല. മതിയേ മോനെ. ഇതേ എന്റെ ഒരു രീതിയാ. ശങ്കുണ്ണി വാവോ. ഇങ്ങോട്ട് എണീക്കടാ. നിനക്കെന്താടാ അവനെ തല്ലിയപ്പോ ഒരു സഹതാപം? ഒന്നുമില്ല മോനെ, ഒന്നുമില്ല. നീ വന്നേ. വെടിവെക്കാൻ അറിയാവോടാ? അറിയാം മോനെ. വയ്ക്കേ, വെടിവെക്കേ, വെടിവെക്കടാ. പേടിയാണോ? വാടോ. വച്ചിട്ട് വെടിവെക്ക്. ഏമാനെ എനിക്ക് പിടിക്കറിയില്ല. വെക്കടാ. അങ്ങേലേ. ഓ ഇവൾ തമ്പുരാട്ടിയാണല്ലേ. നങ്ങേലി തമ്പുരാട്ടി. തമ്പുരാട്ടി അകത്തില്ലേ? തമ്പുരാട്ടി അകത്തുണ്ടായിരുന്നല്ലേ. എല്ലാരും എന്തിനാ പാവങ്ങളെ കളിയാക്കുന്നത്? അടക്കടി ഇതിന്റെ നാവ്. നിന്റെ മകള് മുതലക്കുളത്തിൽ ചാടി ചത്തേന് വലിയ ഏമാന്മാർ അന്വേഷിക്കണം. അല്ലടി, എന്നാലും നിനക്ക് തൃപ്തിയാവും അല്ലേ? ഇനി നീതി കിട്ടണ ഏമാനെ. എന്റെ ചേച്ചിയെ കൊന്നവരെ ജയിലിലടക്കണ ഏമാനെ. പാവങ്ങൾക്ക് ഇവിടെ നിയമമൊന്നും ഇല്ല ഏമാനെ. നിയമോ? നിനക്കോ? കുഞ്ഞിനൊന്നും ചെയ്യലേ ഏമാനെ. മര്യാദക്ക് ഞാൻ പറയാണ്, ഈ നാട് വിട്ട് നീ പൊയ്ക്കോണം. അല്ലെങ്കിലേ നിന്റെ മകള് മേഘരൂപനെ സ്നേഹിച്ച നിനക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് നിന്റെ മകളെ നീ തന്നെ കൊന്ന് ചാക്കി കെട്ടി കുളത്തിൽ കെട്ടിത്താഴ്ത്തിയെന്ന് ഞാൻ മകത്തിലെഴുതും. അപ്പോഴേ നീ ജയിലിലാവും. നിന്റെ 2 മക്കളും അനാഥരായിട്ട് ഈ നാട് മുഴുവൻ തെണ്ടി നടക്കും. വേണോ അത്? ഞങ്ങളെ കൊണ്ടൊക്കെ പോയിക്കോളാം. ഇപ്പൊക്കോ
നാട് വിട്ട് വയ്ക്കോ. നിനക്ക് ഞാൻ ആരാണെന്ന് മനസ്സിലായോ? മനസ്സിലായില്ലേ? പ്രതാപവർമ്മ തമ്പുരാന്റെ അനിയനാ രുദ്രവർമ്മൻ. വെക്കോ, ഈ നാട്ടിൽ നിന്ന് വെക്കോ. പോടി. തകിലു കൂട് തോഴാ തുള്ളാട് തുടിയാട് വന്നല്ലോ നല്ലേറും. പലവിധ ചിന്തകളാൽ അസ്വസ്ഥനായിരിക്കുന്ന പ്രതാപവർമ്മ തമ്പുരാൻ കൺട്രോൾ ചെയ്യണം, ഓവറാക്കരുത്. അറ്റ് എ ടൈം എല്ലാ എക്സ്പ്രഷൻസും അച്ഛൻ്റെ മുഖത്തിന് കിട്ടിയേ പറ്റും. കിട്ടിയില്ലെങ്കിൽ അപ്പം ഞാൻ പറയാം. അമ്മാ എന്താ കളിക്കണ ടീക്ക് എടുക്കാൻ പോകുമ്പോ റെഡി ആവണല്ലോടാ. റെഡിയല്ലേ? ബാലു മാക്സിമം ഓവറാക്കിക്കോ, അല്ല പിന്നെ പറഞ്ഞാൽ കേൾക്കൂല. അവനിങ്ങനെ പറയാല്ല. പലവിധ ചിന്തകളല്ലേ? പലവിധ ചിന്ത. ഓക്കെ, റെഡി, ആക്ഷൻ. ഏതെങ്കിലും ഒന്നിന് നിൽക്കാൻ. സന്തോഷമായില്ല തമ്പുരാന്. ആ നങ്ങേലിയുടെ കുടിലിന് തീ വെച്ച് നങ്ങേലിയെ കുട്ടികളെ നാട് കടത്തിയപ്പോ സന്തോഷമായില്ല തമ്പുരാന്. നോക്കി പേടിപ്പിക്കണ്ട. ഞാനും എൻ്റെ മകനും ഇവിടെ നിന്ന് പോകുകയാണ്, തിരിച്ചു വരില്ല. ഇത്രയും ദുഷ്ടനായ ഒരാളെ എന്റെ അച്ഛനാണെന്ന് പറയാൻ എനിക്ക് പുച്ഛമാണ്. ബേഖരൂപ, നീ അച്ഛനെ വിട്ട് പോവുകയാണല്ലേ? എല്ലാവരും വെക്കോ. ഈ പ്രതാപവർമ്മ ഒറ്റയ്ക്ക് മതി. എന്റെ നങ്ങേലി, എന്റെ ചെറുത എന്റെ മകളാണ്. എന്തൊക്കെയാണ് ഇപ്പോൾ മുന്നത്? എന്താണ് ഇപ്പോൾ മുന്നെന്ന്? ഞാൻ ദുഷ്ടനല്ല. എന്റെ മകളാണ് ചിരിത. അതുകൊണ്ടാണ് എന്റെ മകനായി മേഘരൂപരായുള്ള വിവാഹത്തിന് ജനതിരുന്നത്. ഓ ദുഷ്ടനായ ബാബുവിനെ, ഞാൻ എന്റെ മകളെ ഇവിടുന്ന് നാട് കടത്താനേ പറഞ്ഞുള്ളൂ. പക്ഷെ അവൻ കൊന്നു കളഞ്ഞു. ദുഷ്ടൻ കസ്ഫലം തരാത്തവൻ. നങ്ങേലി, എന്റെ നങ്ങേലി, ചിരിത നിന്റെ സഹോദരി ഇല്ല. അച്ഛന് പറ്റിയൊരു കയ്യബദ്ധം. നിന്റെ സഹോദരിയാണ് നങ്ങേലി. എന്റെ ചിരിത എവിടെ നങ്ങേലി? സുഭദ്ര. അതാര്? തങ്ങേലിയല്ലേ? നീ തങ്ങേലി, എന്റെ തങ്ങേലി. മോനെ, മോനെ, നിന്റെ അനിയത്തി ചിരിത എവിടെ? ചിരിത കണ്ടോ? ചിരിത കണ്ടോ? പക്ഷികളെ, എന്റെ മകൾ ചിരിത കണ്ടോ? കണ്ണേറി പൊട്ടം തൊട്ടിട്ട് ഞാൻ കുളിപ്പിച്ചത് മാത്രം നാളെ എന്റെ ചിരിത കണ്ടോ? എന്റെ ചിരിത കണ്ടോ? എടാ രാക്ഷസടമാ, എന്റെ ചിരിത കണ്ടോടാ? എടാ ഈ ഉദ്യാനത്തിന് എന്റെ ചിരിത കണ്ടോ? വയലാടുന്നു, കുയിൽ പാടുന്നു, വണ്ടുകൾ മുരളുന്നു,
മയിലാടുന്നു കുയിൽ പാടുന്നു മണ്ണുകൾ കുരളുന്നു. ഹേ തോണി, എന്റെ ചെറുതെ കണ്ടു, എന്റെ ചെറുതെ കണ്ടു, എന്റെ ചെറുതെ കണ്ടു, ചെറുതെ കണ്ടു, ചെറുതെ കണ്ടു. അച്ഛാ 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 കട്ട് 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 അച്ഛോ അച്ഛാ അച്ഛാ നിർത്തച്ഛാ അച്ഛാ കട്ട് അച്ഛാ എന്തോ അച്ഛാ ഓവറാക്കി നിക്കറും കാണിച്ച് മുണ്ടും പൊക്കി എടുത്ത് ഇത് മെന്റലി ഡിസോർഡർ ആയി പോയെന്ന് ഏ? കഥാപാത്രം കയറി ആവേശിച്ചില്ല. നീ കട്ട് പറയണ്ടേ? ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞ് ഫുഡ് അയച്ചാൽ എന്തായാലും സംഭവം വിളിച്ചിട്ടുണ്ട് വേണ്ട മേക്കപ്പ് മാറിയിട്ടോ. എനിക്ക് നീ തന്നെ മതി ഈ മേക്കപ്പ് വേണ്ട. അയ്യ അയ്യ അച്ഛൻ എന്നോട് എന്തോ അച്ഛനെ നാഗവല്ലി മനോമണി രാമനാഥൻ തനാനാന. പറവട്ടുന്നത് എന്താന്ന് വെച്ചാൽ എനിക്ക് അടുക്കള പണിയുണ്ട്. നീ വേറെ വിചാരിക്കരുത്, വിഷമം തോന്നരുത്. ഇല്ല, അതൊക്കെ പിന്നെ വിചാരിക്കാം, അതൊക്കെ സമയം കിട്ടുമ്പോൾ വിചാരിക്കാം. ഞാൻ ഈ മാസത്തില് 1-2 ദിവസം വീട്ടിൽ കാണും. എവിടെ പോണു? അയ്യോ, ദേഹമൊക്കെ ഒത്തിരി വേദന. നമ്മൾ ഈ ശരീരം കളഞ്ഞ് ചെയ്യുമ്പോഴേ പ്രോഗ്രാം ഹിറ്റ് ആവൂലേ? യൂട്യൂബിൽ നമ്മൾ പ്രോഗ്രാം ചെയ്തില്ലേ, ഹിറ്റ് ആവൂലേ? ഇറങ്ങട്ടെ, അപ്പൊ അറിയാലോ. എന്റെ ഭാഗം നിങ്ങൾ എന്തൊക്കെയാ കാണിച്ചു വെച്ചിട്ടുണ്ട് അതിനകത്ത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇറങ്ങിപ്പോരാൻ നിന്ന് പല പ്രാവശ്യം. പിന്നെ ആ കൊച്ചു പാവടെ നിന്ന് ആക്ഷൻ പറയാനോണ്ടാണ് നിന്നത് തന്നെ. ഞാൻ റിയൽ ആയിട്ട് ഞാൻ ചെയ്തത് ഭയങ്കര റിയൽ ആയിട്ട് തന്നെ ചെയ്തത്. റിയലിന്റെ കാര്യം ഒന്നും പറയണ്ട, എന്നെ കൊണ്ടൊന്നും പറഞ്ഞാൽ എനിക്ക് ഭ്രാന്ത് കയറും. എന്തൊക്കെ ഭാവങ്ങളായിരുന്നു ആ തമ്പുരാനി. ഇനി ഭാവങ്ങൾ വല്ലതുണ്ടോ കാണിക്കാൻ? ഉള്ള മുദ്രകൾ മൊത്തം അതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഇനി ഒരു മുദ്ര ഇല്ല അതിനകത്ത്. കട്ടക്കെട്ടൊക്കെ പിടിക്കണം. കട്ടക്കെട്ടൊക്കെ പറഞ്ഞാ പോരാ ഭയങ്കര സംഭവമാണെന്ന്. കണ്ണൊക്കെ തള്ളി പുറത്തേക്ക് വന്ന് കൃഷ്ണമണിയൊക്കെ താഴെ വീണെന്നോണ്. ഇത് വേറെ ഒന്നല്ല, ഇത് അസൂയ. കാരണം ഇത് കണ്ട ആൾക്കാർ ഇറങ്ങുമ്പോൾ എന്നെ ഒരുപാട് ആൾക്കാർ വിളിക്കും. ഇറങ്ങുമ്പോൾ ആൾക്കാർ കൂവിയില്ലെങ്കിൽ ഭാഗ്യം. ചേട്ടത്തി, ഒരു കാര്യം റിയലായിട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ഉള്ളതാണ്. ആ ഒരു തേങ്ങ എടുത്ത് വെച്ചിട്ട് എമ്മാതിരി ഇടിയെന്ന് പറഞ്ഞാൽ ഇടിച്ചത് പോലീസുകാരൻ. പിന്നെ അല്ലാതെ എന്തുമാത്രം വേദന എടുത്തെന്നറിയാം. പിന്നെ പ്രോഗ്രാം മോശമാവണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒരു അക്ഷരം മിണ്ടാത്തത്. അതെ, ജൂനിയർ ആർട്ടിസ്റ്റ് അല്ലേ, അപ്പൊ ഇതൊക്കെ സഹിക്കേണ്ടി വരും. ഞാനും ഇങ്ങനെ ആണെങ്കിൽ വലിയ സ്റ്റാർ ആയത്. ഇപ്പൊ ഇവിടുത്തെ നമ്മുടെ യൂട്യൂബിൽ ഞാൻ തന്നെ സ്റ്റാർ. ഞാനിങ്ങനെ ചെറിയ ചെറിയ ആ വില്ലന്റെ ഭാവങ്ങളൊന്നുമില്ല ഞാനത്ത് കാണിക്കല്. ഏതൊക്കെ വില്ലന് ഏതൊക്കെ ഭാവങ്ങളുണ്ടോ അത് മൊത്തം ആ പോലീസുകാരനുണ്ട്. മൊത്തം ഞാൻ ഇട്ടു. അതാണ് എന്റെ അപ്പത്തെ. ഇനിയുള്ള എപ്പിസോഡിൽ ഞാൻ എല്ലാ മൊത്തത്തിൽ ഞാൻ ഈ കുട്ടിയുടെ അങ്ങ് തട്ടി, പാവങ്ങളെല്ലാം തട്ടി. അത് വേണ്ടായിരുന്നു, കുറച്ചുകൂടെ അങ്ങ് ഇട്ടാ മതിയായിരുന്നു. എന്തിനാ എടുത്ത് വെച്ചുകൂടായിരുന്നോ? ഒറ്റടിക്ക് എന്തിനാ തട്ടിയതെല്ലാം കൂടി? കുടുംബം രക്ഷപ്പെടല്ലോ വിചാരിച്ചു. അല്ലാതെ നിങ്ങളെ ഭാവങ്ങൾ വിറ്റിട്ടാണല്ലോ ഇവിടെ ജീവിക്കുന്നത്. ആ കൂടെ വന്ന 2-3 പോലീസുകാരുണ്ട്. അവന്മാര് എന്നെ ഒറിജിനലായിട്ട് അടിച്ചേക്കണെന്നേ. എന്നെ അടിച്ചെടുത്ത് ഞാൻ പറഞ്ഞു അടിപ്പിച്ചായിരുന്നു. അവന്റെ പണി പിടിച്ച് നിങ്ങൾ അഹങ്കാരം കൂടുതൽ. ഞാൻ പറഞ്ഞു അടിയിടാന്ന് പറഞ്ഞു. അടിച്ചാലെങ്കിൽ മുഖത്ത് വല്ല വരണ്ടേ, അകച്ചാലെങ്കിൽ വരട്ട്. അടുത്ത എടുക്കുമല്ലോ. അപ്പൊ ഞാൻ മേടിച്ചിട്ട് നിങ്ങൾക്ക് തരുള്ളൂ അവന് ഭാരം. അടുത്ത ഞാൻ ആലോചിക്കും, ആകെ അഡ്രസ് എടുക്കണമെന്ന് ആലോചിക്കും. കയ്യിലെ കാശ് ഉണ്ടെങ്കിലല്ലേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. കാശ് ഞാൻ തന്നെ തരണം. പാക്കിന്റെ അത്ര ഒരു തേങ്ങ എടുത്ത് ഇടിച്ചപ്പോ അവന് നൊന്ത് പോലെ. ഞാനൊക്കെ എന്തുമാത്രം കമ്പിപ്പാരായിട്ട് അടിവിട്ടെന്ന് അറിയാം. എത്ര നായകന്മാർ അടിവിട്ട് ഞാൻ കൊണ്ടിട്ടെന്ന് അറിയാം എനിക്ക്. അണ്ണാ, ഞാൻ ഇല്ലാന്ന് ആ തേങ്ങ കൊണ്ടുള്ള ഇടി കൊണ്ടിട്ട് ഞാൻ കരഞ്ഞതേ, അഭിനയിച്ചല്ല, യഥാർത്ഥമായിട്ട് ഞാൻ കരഞ്ഞതാണ്. അറിയാമോ? അതെനിക്ക് മനസ്സിലായി. ഞാൻ കേട്ടിട്ട് പോയി കണ്ണടിക്കുകയും ചെയ്തു. അടുത്തല്ലേ നിങ്ങൾ വീട്ടിലാവട്ടെ കേട്ടോ. വാങ്ങിക്കോട്ട്. നിനക്കൊക്കെ വണ്ടി കിട്ടിയ ഒറിജിനലായിട്ട് അങ്ങ് തല്ലുവോ? അഭിനയിക്കാനല്ലേ പറഞ്ഞോളൂ, ഒറിജിനലായിട്ട് തല്ലാൻ പറഞ്ഞ ആവശ്യത്തിലല്ല. വേറെ ആരും കിട്ടില്ല. അങ്ങനെ പിടിച്ച് തല്ലാൻ പറഞ്ഞായിരുന്നോ? എന്നെ തല്ലണമായിരുന്നോ? വഴക്ക് പറയാതാ. അവന്മാര് കാരണമാണ് ഈ പ്രോഗ്രാം ഇത്രയും വിജയിച്ചത്. ഇനിയും സഹകരിക്കണം. ഒരുപാട് പരിപാടികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്ത് പറയണ? ശരിയല്ലേ? ഫുഡിന് എത്ര രൂപയാടാ? 1000 രൂപ. 1000 രൂപ. കാര്യം ചെയ്യും, 1000 ഒന്നും തന്നാ പോരാ. കാരണം നല്ല ഫുഡായിരുന്നു. നീ ഒരു 250 പിടി. അണ്ണാ 250. അടുത്ത പരിപാടി വരണുണ്ട്. എടി മറ്റേ കഥയില്ലേ, അതിന് ഇവനെ പിടിച്ച് നായനാക്കിയത് കൊള്ളൂലേ? നന്നായിട്ട് ആക്ട് ചെയ്യാൻ 250 പോരെടാ? മതി. പിന്നെ എടാ ആക്രി ചേട്ടാ സൂട്ടാ എത്ര രൂപ നിനക്ക്? എനിക്കേതാവത് കൊടുക്കും ചേട്ടാ. നിനക്ക് ഞാൻ ഒരു 250 രൂപ തരും. അത് 50 അല്ലേ ഉള്ളൂ. 250 രൂപ തരും. പിടി.
ഡൈ ഇവിടെ ഒരുപാട് ആക്രിയുണ്ട് വീടിന് ചുറ്റും എടുത്തോണ്ട് വെക്കോ. എടാ അതിനേക്കാൾ കൂടുതൽ ആക്രി ഈ മുറിയിൽ ഇരിപ്പുണ്ട് അതെടുത്തോണ്ട് പോയി. ആ അതും എടുത്തോണ്ട് വെക്കും. ஆமாம் വളരെ മോളെ ആ എടാ നീ ഇങ്ങോട്ട് വേടാ ഇങ്ങോട്ട് വേടാ. നീ പോലീസുകാരനായിട്ടല്ല അഭിനയിച്ചത്? എന്റെ നോട്ടം മൊത്തം കള്ളന്റെ ആയിരുന്നല്ലടാ. നിങ്ങളെല്ലാം കൂടി എന്നെ കള്ളനാക്കിയതല്ലേ ഇവിടെ മൊത്തം? ആ എത്ര വേണം നിനക്ക്? എനിക്ക് ഒരു 500 വേണം. ഈ സ്റ്റാറേ ഞാൻ പോലും ഒരു 500 രൂപ ശമ്പളം വാങ്ങിച്ചിട്ടില്ലടാ. അത് നിങ്ങൾ മേടിക്കാത്ത നിങ്ങളുടെ കുഴപ്പമാണ്. എനിക്ക് 500 വേണം. നിനക്ക് 500 എത്ര തുണിയാണ് നീ ഇവിടെ എടുത്തോണ്ട് പോയത്? അത് എന്റെ തുണി വലിച്ചു കയറിയൊന്നും നിങ്ങളോട് പറയാനല്ലേ? എന്താ എന്റെ അണ്ടർവെയർ എടുത്തോണ്ട് പോയില്ലടാ. അല്ല എന്റെ തുണി വലിച്ചു കയറിയതുകൊണ്ടല്ലേ ഞാൻ നിങ്ങളുടെ എല്ലാ ഡ്രസ്സ് എടുത്തോണ്ട് പോയത്. നിനക്ക് നല്ലൊരു ചാൻസ് ആണ് ഞാൻ തന്നത് അല്ലടാ. അല്ലല്ല ചാൻസിലൊന്നും ഇവിടെ കാര്യമില്ല. ഇവിടെ പൈസ അതുമായിട്ടുള്ള കളിയൊന്നും ഇല്ല ഇവിടെ. ഓഹോ എന്താ എന്റെ പൊന്നുമക്കൾ നില്ല ഞാൻ നീ വേഷം തന്നിട്ട് ഈ വേഷം നിന്ന് നിനക്ക് അടുത്ത വേഷം കിട്ടും നീ എനിക്ക് സിനിമയിൽ നല്ല അവസരം കിട്ടും. ഞാൻ വേഷം കിട്ടുന്നു എന്റെ അടുക്ക് ഇറക്കണ്ട. ഇവിടെ പൈസ എടുത്ത് കളിക്കാതെ അവന്റെ പൈസ കൊടുത്തേക്കോണം ചിലപ്പോ ലോക്കെ കാണിക്കും. എന്താ പ്രശ്നം? മക്കളെ എന്റെ മോളെ നീ അറിയണം. ഇവ എന്ത് ചെയ്യുന്ന അറിയാമോ? ഇവ ആദ്യം അവിടെ നിന്ന് കുറെ തെറിയൊക്കെ വിളിച്ചിട്ട് ഇവ ഞാൻ എന്തോ ഇവ എന്റെ അവിടെ എന്റെ ഒരു ഫ്ലക്സ് ഒക്കെ വന്നപ്പോ ഇവൻ ചാണാൻ വരുത്തിയാച്ച് ഞാൻ ഒന്നും ചെയ്തൊന്നുമില്ല. ഞാൻ പറയാം മക്കളെ എടാ ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോ ഇവ മാറി ചെയ്യൂടാ എടാ തന്നെ ചെയ്യൂടാ ചെയ്യൂടാ നീ ചെയ്യൂടാ എന്നൊക്കെ പറഞ്ഞു. ചെയ്യൂടാ നിന്നെ ഞാൻ കൊല്ലൂടാ ഭീഷണിയൊക്കെ പെടുത്തി. എന്നിട്ട് അവൻ ചെയ്തെന്നറിയാമോ? എന്റെ വീട്ടിൽ എന്റെ ഓണക്കോടിയും ജുബയും കല്യാണത്തിട്ടുള്ള മുണ്ട് ഷർട്ടൊക്കെ എടുത്തോണ്ട് പോയി. എന്നിട്ട് എന്റെ കൊച്ചായോണ്ട് ഞാൻ പറയുന്നു മോളായോണ്ട് ഞാൻ പറയുന്നില്ല. എടുത്തോണ്ട് പോയിട്ട് അവൻ പറയുന്നത് എന്നെ തല്ലൂന്ന് നാളെ എന്നെ അടിക്കുമെന്ന്. ഇവൻ എന്ത് ചെയ്യണം മക്കളെ? എനിക്ക് വന്നിട്ടടി മക്കൾ ആരെങ്കിലും ഒരാളെ കൂടി പേരുണ്ടടി. എന്റെ പൊന്നു മോളെ അടിച്ച് ഓട്ടിച്ചെന്താ അവനെ ബാലു മിക്കവാറും നിങ്ങളുടെ അന്ത്യം അവളുടെ കൈ കൊണ്ട് തന്നെ ആയിരിക്കും. തന്നെ മക്കളെ തന്നാച്ചാ ഉറപ്പായും.